കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ ഇടതുപക്ഷവും കോൺഗ്രസും മാറി മാറി അധികാരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇടതുപക്ഷ സർക്കാരിന് അധികാരം നഷ്ടപ്പെട്ടത് എല്ലായ്പ്പോഴും ബാഹ്യമായ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പരാജയപ്പെട്ടതല്ല, അത് പിരിച്ചുവിട്ടതാണ്. ഈ അടുത്ത കാലത്തെ ന്യൂലി ക്ലാസിഫൈഡ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് കാണിക്കുന്നത് അമേരിക്ക മാത്രമല്ല ഇതിൽ ഇൻവോൾവ് ആയിക്കണം. ബ്രിട്ടീഷ് ഗവൺമെന്റ് കൂടി ഇതിൽ ഇടപെട്ടാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്തത്. അതിനുശേഷം ഇടതു സർക്കാരുകൾക്ക് അധികാരം നഷ്ടപ്പെട്ടത് എപ്പോഴും ദേശീയ രാഷ്ട്രീയ തരംഗങ്ങൾ കൊണ്ടോ സഹതാപ വോട്ടുകളാലോ ബാഹ്യ സാഹചര്യങ്ങളാലോ ഒക്കെയാണ്. ജനങ്ങൾ ഇടതുപക്ഷ നയങ്ങളെ തള്ളിയതുകൊണ്ടേയല്ല. എന്നാൽ കോൺഗ്രസ് സർക്കാരുകൾ പുറത്തായത് എപ്പോഴും അഴിമതിയോട് ജനങ്ങൾ പൊറുതി മുട്ടിയതിലാണ്. കറപ്ഷൻ, സ്വന്തം വീട് മോശമായി കൈകാര്യം ചെയ്തതുകൊണ്ട് പുറത്താക്കപ്പെടുന്നതും പുറത്തുനിന്നുള്ള സമ്മർദ്ദം കൊണ്ട് മാറി നിൽക്കേണ്ടി വരുന്നതും തമ്മിലുള്ള വ്യത്യാസം ആണിത്. പക്ഷേ ഈ ഡിഫറൻസ് മാറ്റേഴ്സ്. ഇത് ചെറിയ വ്യത്യാസമല്ല. കോൺഗ്രസിന്റെ അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് പുരാതന ചരിത്രമൊന്നും അല്ല കേട്ടോ. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. അതായത് ഈ വയനാട് ചൂരൽമല ദുരന്തത്തിന് ശേഷം 100 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത കോൺഗ്രസ് പണം പിരിച്ച് പോക്കറ്റിലാക്കിയത് മാത്രം. വീടുമില്ല, ഒന്നുമില്ല, വെറും പറ്റിക്കൽ. പ്രതിപക്ഷത്തിലിരിക്കുമ്പോഴും ഇതുപോലെ തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ പൂർണ്ണ അധികാരം ലഭിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ ആവർത്തിച്ചു പറയുന്നത് കേരളത്തിൽ ജനങ്ങൾ അവസാനമായി മടങ്ങുന്നത് പുരോഗമന രാഷ്ട്രീയത്തിലേക്ക് മാത്രമാണ്. അതിന്റെ കാരണം ലളിതമാണ്. ഒരു കുടുംബത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായേക്കാം അല്ലേ? പക്ഷെ ഒരു ചുഴലിക്കാറ്റ് വരുമ്പോൾ, ഒരു കെടുതി വരുമ്പോൾ എല്ലാ വാദപ്രതിവാദങ്ങളും മറന്ന് എല്ലാവരും രക്ഷപ്പെടാൻ ഏറ്റവും ശക്തമായ മേൽക്കൂരയുടെ കീഴിലേക്കാണ് പോവുക അല്ലേ? അവിടെ അതിൻ്റെ ഏറ്റവും ശക്തമായ മേൽക്കൂരയുടെ കീഴിലാണ് നിൽക്കുക. അതുപോലെ തന്നെ പ്രതിസന്ധി സമയങ്ങളിൽ ജനങ്ങൾ വിശ്വാസത്തോടെ തിരഞ്ഞെടുക്കുന്ന സ്ട്രോങ് റൂഫാണ് ഇടതുപക്ഷ സർക്കാർ. കേരളത്തിൽ പലർക്കും ഇടതുപക്ഷ രാഷ്ട്രീയവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. നയങ്ങളിലും തീരുമാനങ്ങളിലും വിമർശനങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ വെള്ളപ്പൊക്കങ്ങൾ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളോ പകർച്ചവ്യാധികൾ പോലുള്ള വലിയ പ്രതിസന്ധികളോ വരുമ്പോൾ ജനങ്ങൾ അവരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റിവെച്ച് കൂടുതൽ വിശ്വാസമുള്ള നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നു. എല്ലാവർക്കും എല്ലാ ആശയങ്ങളുമായും പൂർണ്ണമായി യോജിക്കണമെന്നില്ല. എന്നിരുന്നാലും പ്രതിസന്ധി കൈകാര്യം ചെയ്യാനുള്ള ശേഷിയിലും ഏകോപനത്തിലുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് അവർ LDF നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. ഇത് ഒരു വികാരപരമായ തിരഞ്ഞെടുപ്പല്ല, വിശ്വാസവും അനുഭവവും അടിസ്ഥാനമാക്കിയുള്ള തീരുമാനമാണ്. കേരളത്തിനെ കുറിച്ചുള്ള ഒരു BBC റിപ്പോർട്ട് കാണാം. Hello, it's Hannah here and this is What in the World, your podcast for the stories that get people talking from the BBC World Service. Today we're bringing you some good news. Kerala seems to have achieved what no other state in India could do. It has completely crushed extreme poverty. So in this episode, we're going to explain what extreme poverty is and what Kerala has done to try to eradicate it. Now, India has 28 different states. It's a huge country and we're going to be zooming in on one of those in the south, Kerala. And how does it compare in Kerala with other states when we're talking about poverty levels? If you look at basic incomes and basic poverty numbers, Kerala has not been that high up even historically because the state's socio-political structures and social-cultural structures have been very different from, let's say, these states that I mentioned from North India. This state in Kerala, they started early with land reforms, mass education. What you watched is a BBC report on Kerala's achievement in eliminating extreme poverty. When international media highlighted Kerala's progress, it was not described as luck. It was not described as charity. It was described as the outcome of structural reforms, land reforms and education reforms, a strong public distribution system, a robust public health framework. These were not cosmetic policies. They were foundational changes that reshaped society from the ground up. ഈ ഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്ത കേരളത്തിലെ ഇടതുപക്ഷ നയങ്ങളാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ സാമൂഹിക വികസനം ഒരു യാദൃശ്ചിക വിജയം അല്ലെന്ന് പറയുന്നത്. അത് ദീർഘകാല രാഷ്ട്രീയ ദിശാബോധത്തിന്റെ ഫലമാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്നത് പൂർത്തിയാകാനാകാതെ നിൽക്കുന്ന പദ്ധതികളെക്കുറിച്ചല്ല. പദ്ധതികൾ വീണ്ടും ആരംഭിക്കാം. പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ സാമൂഹിക ദിശ തുടർന്നു കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ്. പിന്നോട്ട് പോയാൽ തിരിച്ചു പിടിക്കുക അത്ര എളുപ്പമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം ഒരു പരീക്ഷണശാലയല്ല. കേരളം ഒരു മാതൃക കൂടിയാണ്. മാതൃകകളെ സംരക്ഷിക്കണം. ഈ മാതൃക തുടരുക തന്നെ വേണം.